ഹലോ, ടൈറ്റിലും തമ്പ്നെയിലൊക്കെ കണ്ടിട്ട് ഞെട്ടി വന്നവരാണെങ്കിൽ ഒന്ന് അവിടെ നിൽക്കണേ. ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്തിട്ടുള്ള ഉണ്ടമുളകാണ്. ഞാൻ സ്വന്തമായിട്ട് കൃഷി ചെയ്തിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഒരു വിളവെടുപ്പാണ്. അതിന് മാത്രമൊന്നുമില്ല, 2-3 കിട്ടി. എത്ര കുറച്ച് കിട്ടിയാലും നമ്മൾ സ്വന്തമായിട്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതിങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതെല്ലാം പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 6-7 കിട്ടി. ഇനി ഇതായിട്ട് എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഉമ്മ പറഞ്ഞത് ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ലയെന്ന്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വേഗം അതിനൊന്ന് കുളിപ്പിച്ചെടുത്തു. നല്ല പച്ച വെള്ളത്തിൽ തന്നെയാണ് കുളിപ്പിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ഉണ്ടമുളക് കുളിച്ച് നല്ല സുന്ദര കുട്ടപ്പനായിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഉണ്ടമുളകിനൊന്ന് കീറിയെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഉപ്പൊന്ന് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു സൈഡിൽ മാത്രമാണ് ഇങ്ങനെ ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഉപ്പങ്ങോട്ട് നിറച്ച് കൊടുത്ത് എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലോണം തന്നെ ഉപ്പ് നിറച്ചിട്ടാ. പിന്നെ വീണ്ടും അതേപോലെ 2ാമത്തെ മുളക് എടുത്തിട്ടും അങ്ങനെ ഉപ്പ് നിറച്ചു. എല്ലാ മുളകും എടുത്തിട്ട് ഉപ്പ് നിറച്ചിട്ടു. ഇത് വെറുതെ കഴിക്കാനല്ല കേട്ടാ, ഇതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് ഞാൻ ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഉണ്ടമുളകൊക്കെ ഒന്ന് ഇട്ടിട്ട് വേഗം ഫ്രൈ ചെയ്തെടുത്ത് അങ്ങനെ എല്ലാ മുളകും ചട്ടിയിലേക്ക് വീണ് കഴിഞ്ഞ്. ഇനി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തത്. 2 ഭാഗവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്ത്. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഇതാ വേഗം ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു 3-4 മിനിറ്റ് എടുത്തുള്ളൂ കേട്ടോ ഫ്രൈ ആവാൻ. വേഗം ഫ്രൈ ആയി കിട്ടി. അപ്പോൾ ഇതാ ഫ്രൈ ആയപ്പോൾ ഞാൻ കോരി മാറ്റിയെടുത്ത്. നല്ല എരിവൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കഴിച്ചു നോക്കിയത്. പക്ഷെ അത്രത്തോണ്ട് എരിവൊന്നും ഉണ്ടായില്ല. ഉപ്പ് തേച്ച കാരണം എന്താണെന്നറിയില്ല. ഇനി എരിവില്ലാത്ത പച്ചമുളകായിട്ടാണോ എന്നറിയില്ല. ഞാനിത് കഞ്ഞിക്കൊപ്പമാണ് കഴിച്ചത്. കഞ്ഞി തീർന്നതേ അറിഞ്ഞില്ല. പച്ചമുളകുള്ള കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.